ജൂൺ 19 കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ PN പണിക്കരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയുടെ പ്രാധാന്യം വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടും യോജിച്ചതില്ല. വളരുക എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിച്ച PN പണിക്കരെ സ്മരിക്കാനും അദ്ദേഹം തുടങ്ങി വെച്ച കർമ്മ പരിപാടികളുടെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തന ശൃംഖല വ്യാപകമാക്കുവാനും വായന ഒരു ശീലമാക്കാനുമാണ് വായനാ ദിനം ലക്ഷ്യം വെക്കുന്നത്. തലമുറയ്ക്ക് വായനയിൽ കമ്പം കുറയുമ്പോഴും പലർക്കും പുസ്തകങ്ങൾ ഗൃഹാതുരമായ ഓർമ്മയുടെ ഭാഗമാണ്. ജ്ഞാനവിജ്ഞാന സമ്പാദനത്തിന് ഒരു കാലത്തും മുഖ്യ സ്രോതസ്സായിരുന്ന വായന അങ്ങനെ വേഗം മറക്കാവുന്നതുമല്ല. കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞ ഈ അക്ഷരങ്ങളിൽ കൂടിയും പുസ്തകങ്ങളുടെ ഓർമ്മ പുതുക്കുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാകാം. വായനക്ക് പുതിയ മുഖങ്ങൾ വരികയും പുസ്തകങ്ങൾക്ക് പകരക്കാരുണ്ടാവുകയും ചെയ്തെങ്കിലും വായനക്കോ വായനാ ദിനത്തിനോ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. ലോക ക്ലാസിക്കുകൾക്ക് ഇന്റർനെറ്റ് രൂപങ്ങൾ വരുമ്പോഴും കൃതികൾ ഇന്റർനെറ്റിലൂടെ കണ്ടെത്തി പ്രസിദ്ധീകരിക്കുമ്പോഴും എന്തിനെന്നറിയാതെ പുസ്തകങ്ങളിലേക്ക് ഒരു മടക്കയാത്ര കാലം ആഗ്രഹിക്കുന്നുണ്ടാവാം. അച്ചടിച്ച അക്ഷരങ്ങളുടെ തറവാടിത്വവും വിശ്വാസ്യതയും പാരമ്പര്യവും അങ്ങനെയല്ലാത്ത അക്ഷരങ്ങൾക്ക് അവകാശപ്പെടാൻ ഇതുവരെ സാധിക്കാത്തതിനാലാകാം അത്. പുസ്തകം എന്നാൽ പാഠപുസ്തകങ്ങൾ എന്നതിൽ കവിഞ്ഞും ഒരു സങ്കല്പം വിദ്യാർത്ഥികൾക്ക് ഇല്ലാതായി തുടങ്ങിയിട്ട് കാലം ഏറെയായി. എങ്കിലും വായനയുടെ ലോകങ്ങളിലേക്കുള്ള വാതായനങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അസ്തമിക്കാതെ വായന അപൂർവ വസ്തുവുമായി മാറാതിരിക്കാൻ വായന ദിനങ്ങൾ കാരണമാകട്ടെ.